ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ പ്രതാപൻ, വയോജന പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. ഇന്ന് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒന്ന് രണ്ട് പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ഇതനുസരിച്ച് മുതിർന്ന പൗരന്മാർക്ക് ഒരു പെൻഷൻ തുക നിശ്ചയിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ BPL വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഇത് ലഭ്യമാകുന്നത്. ഇതിനുള്ള അപേക്ഷാ ഫോറം കൊടുക്കേണ്ടത് അതാത് ഗ്രാമപഞ്ചായത്തുകളിലാണ്. ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഫോട്ടോ, BPL സർട്ടിഫിക്കറ്റ് ഇതെല്ലാം കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്താൽ അത് അവർ അന്വേഷിച്ച് അത് പെൻഷൻ അനുവദിച്ച് നൽകുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പെൻഷൻ പദ്ധതിയാണ് അടൽ പെൻഷൻ യോജന, APY എന്ന് പറയും. ഇത് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. 18 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്ക് ഇതിൽ ചേരാവുന്നതാണ്. 60 വയസ്സാകുമ്പോൾ പെൻഷൻ കിട്ടുന്നതാണ്. ഇത് പോസ്റ്റ് ഓഫീസിലോ തിരഞ്ഞെടുക്കപ്പെട്ട ബാങ്കിലോ ഇതിനുള്ള അപേക്ഷാ ഫോറം ലഭിക്കും. അവിടെ ചെന്ന് അപേക്ഷാ ഫോറം ഫില്ല് ചെയ്ത് ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ കൊടുക്കുകയും അതോടൊപ്പം ആധാർ കാർഡ്, മൊബൈൽ നമ്പർ കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന്, ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഓട്ടോ ഡിഡക്റ്റ് ആ മോഡിൽ ചേർത്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പ്രതിമാസം ഒരു തുക ഈ പെൻഷൻ യോജനയിലേക്ക് പോകുന്നതാണ്. എത്ര തുക ഡിഡക്റ്റ് ചെയ്യണം, പെൻഷൻ എത്ര തുക വേണ്ടി വരും, അതൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതാണ്. എത്ര തുക പെൻഷൻ വേണം എന്ന് തീരുമാനിച്ചാൽ അതനുസരിച്ചുള്ള അടവ് ഉണ്ടാവും. 18 വയസ്സിലേ തുടങ്ങിയാൽ കുറഞ്ഞ തുക അടച്ചാൽ മതിയാവും. 30 വയസ്സിലാണ് ചേരുന്നതെങ്കിൽ കൂടുതൽ തുക അടയ്ക്കേണ്ടി വരും, സെയിം പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി. ഇതിനെ ഓൺലൈനായിട്ടും ചേരാം എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മൂന്നാമത്തെ ഒരു പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ 60 വയസ്സ് കഴിഞ്ഞവർക്ക്, അല്ലെങ്കിൽ 55-60 വയസ്സാകുമ്പോൾ ഒരാൾ പെൻഷനാവുന്നു. പെൻഷനാകുമ്പോൾ ഒരു തുക ഗ്രാറ്റുവിറ്റി ആയിട്ടും PF ആയിട്ടും ഒക്കെ ലഭ്യമാകും. ആ തുക അവർ വേറെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ച് ചിലവഴിച്ച് കളയുന്നതിന് പകരം അത് ഈ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീമിൽ ചേർന്നാൽ മറ്റുള്ളവർക്ക് ലഭ്യമാകുന്ന പലിശയേക്കാൾ കൂടിയ ഒരു പലിശ ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഉയർന്ന പലിശ നൽകുന്നു എന്നുള്ളതാണ് ഈ സീനിയർ സിറ്റിസൺ സേവിങ്സ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പാൻ കാർഡ്, ആധാർ കാർഡ്, ഫോട്ടോയും സഹിതം അവിടെ ചെന്നാൽ ഈ തുക ഡെപ്പോസിറ്റ് ചെയ്യാം. നാലാമത്തതാണ് ഹെൽത്ത് ആൻഡ് കെയർ സ്കീംസ് എന്ന് പറയുന്ന ഒരു പദ്ധതി. ഇതിനെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് എന്നും പറയും. ഇത് ചില തിരഞ്ഞെടുക്കപ്പെട്ട എംപാനൽ ചെയ്യപ്പെട്ട ആശുപത്രികളിലാണ് ഈ 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം ലഭ്യമാകുന്നത്. ഇത് ലഭ്യമാണോ, ഒരാളതിൽ അർഹരാണോ എന്നറിയുന്നതിന് വേണ്ടി ഇൻ്റർനെറ്റിൽ പോയി ഇവരുടെ ഹെൽത്ത് പോർട്ടലിൽ പോയി ഈ സീനിയർ സിറ്റിസൺ കാർഡ് എന്നൊരു കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ കാർഡ് കാണിച്ചാൽ എംപാനൽ ചെയ്തിട്ടുള്ള ആശുപത്രികളിൽ ചികിത്സ ലഭ്യമാകും. കഴിഞ്ഞ ബഡ്ജറ്റിൽ 2025 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് 70 വയസ്സ് കഴിഞ്ഞവർക്ക് BPL, APL എന്ന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഈ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരമുള്ള 5 ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ധനസഹായം ലഭ്യമാകും എന്നാണ്. ഇത് കൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ പെൻഷൻ 2000 രൂപയുണ്ട്. ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ ഫ്രീ ലീഗൽ എയ്ഡുണ്ട്. 145667 എന്നുള്ള ഒരു ടോൾ ഫ്രീ ടെലിഫോൺ നമ്പർ വഴി ഫ്രീ ഹെൽപ്പ്, നമ്മുടെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ഇതിനു വേണ്ടി അത് ലഭ്യമാണ്. ഇങ്ങനെയുള്ള ഒരു പ്രധാന സ്കീമുകൾ സീനിയർ സിറ്റിസൺസിന് വേണ്ടി സർക്കാർ നടപ്പാക്കുന്നുണ്ട്.